ദൈവനാമത്തിന് മാത്രം ഉണ്ടാവട്ടെ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഒരിക്കൽ നല്ല സമയത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്ത് ഞാൻ പാസ്റ്റർ തോമസ് ആൻഡ്രൂസ്. ഞാൻ ഇപ്പോൾ താമസിക്കുന്ന നിലമ്പൂരിലാണ്. ഈ ജീസസ് ജനറേഷൻ ഗോസ്പൽ ആർമി മിനിസ്ട്രീസ് എന്ന് പറയുന്ന മിനിസ്ട്രി ഞാൻ 19-ാമത്തെ വയസ്സിൽ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ, രക്ഷയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. ഞാൻ രക്ഷയിലേക്ക് കടന്നു വരുവാൻ സാഹചര്യം ഒരുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കോളേജ് വിദ്യാഭ്യാസം ശരിക്കും അങ്ങ് ഉഴപ്പി. വീട്ടിൽ പ്രശ്നം, നാട്ടുകാരിൽ പ്രശ്നം, ഇവൻ്റെ ഭാവി എന്തായിത്തീരുമെന്ന് വലിയൊരു പ്രത്യാശയും ചോദ്യമൊക്കെ ഉണ്ടായ സമയത്ത്, നിരാശയിലിരിക്കുന്ന സമയം യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. കർത്താവിൻ്റെ ആയുള്ള ബന്ധത്തിലേക്ക് കടന്നു വന്നു. കർത്താവ് തുറന്ന വഴികൾ അത്ഭുതകരമാണ്. ഞാൻ വലിയ താമസമില്ലാതെ കണ്ട് സൗദി അറേബ്യ എന്ന് പറഞ്ഞ രാജ്യത്ത് 19 വർഷത്തോളം കുടുംബമായി താമസിച്ച് ജോലി ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. ഒരു വലിയ കമ്പനിയുടെ ഫൈനാൻസ് ഇൻചാർജായിരുന്നു ഞാൻ. പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുകയില്ല, എനിക്കും വിശ്വസിക്കാൻ പറ്റുകയില്ല. എൻ്റെ സാക്ഷ്യങ്ങൾ പറയാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുക്കുന്നതുകൊണ്ട് ഞാനതെല്ലാം കട്ട് ഷോട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഒരു പ്രത്യേക പീരീഡായപ്പം നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പ്ലാനും പദ്ധതിയും ഉണ്ടെങ്കിൽ ആ പ്ലാനിലേക്കും പദ്ധതിയിലേക്കും ദൈവം കൊണ്ടുവരും. അപ്പം അതിനു മുമ്പ് നമ്മെ നടത്തേണ്ട വഴികൾ, നമ്മൾ കരുതേണ്ട എല്ലാം ദൈവം നൽകിത്തരും. അങ്ങനെ ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് ജോലി വിട്ട് നാട്ടിലോട്ട് വരാനായിട്ട് ഉള്ള ഒരു സാഹചര്യമില്ല. കാരണം കമ്പനിക്കാർ വിടുകയില്ല. കമ്പനിക്കാർക്ക് തന്നെ വലിയ കാര്യമാണ്, വലിയ സ്നേഹമാണ്. എനിക്കും കമ്പനിക്കാരെ വലിയ സ്നേഹമാണ്, കാര്യമാണ്, ഫുൾ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഇരിക്കെ ഹാർട്ട് സംബന്ധമായ ചില പ്രശ്നങ്ങൾ വന്ന് ചില ദിവസങ്ങൾ ഞാൻ അവിടെ ICUവിൽ അഡ്മിറ്റായിരുന്നു. മെഡിക്കൽ ലീവൊക്കെ കഴിഞ്ഞ് വീണ്ടും ജോയിൻ ചെയ്തപ്പോഴും എനിക്ക് പൂർണ്ണ ശക്തിയോടെ നിൽപ്പാൻ സാധ്യമല്ലാത്തത് കൊണ്ട്, അതുമല്ല എൻ്റെ ജോലിയാണ് എൻ്റെ അസുഖത്തിന് കാരണമെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്ത് നാട്ടിലോട്ട് വന്നു. നാട്ടിൽ വന്നു. അന്ന് പിറ്റേ ദിവസം തന്നെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായൊരു കാർഡിയോളജിസ്റ്റിനെ കണ്ടു. നീണ്ട പരിശോധനകൾ, മെഡിസിൻ എല്ലാം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഫിലിപ്പ് സാറുമായിട്ട്, അല്ലെങ്കിൽ അസംബ്ലീസ് ബോർഡിൻ്റെ സൂപ്രണ്ടായിരിക്കുന്ന PS ഫിലിപ്പിൽ നിന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്ന താണ്ടുദാസനുമായിട്ട് നല്ലൊരു പരിചയം ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം പിടിച്ചെന്നെ ഏജിലൊരു പാസ്റ്ററാക്കി. ബൈബിൾ കോളേജിൽ പഠിക്കാതെ ഏജിയിലെ പാസ്റ്ററായ വ്യക്തിയാണ് ഞാൻ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ പഠിച്ചിട്ടില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ സജിത്ത് കണ്ണൂർ എന്ന് പറയുന്ന ആളുമായിട്ട് ഞങ്ങളെ ബന്ധമായി. ഞങ്ങൾ ഒരു സെക്ഷനിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹവുമായിട്ട് നോർത്ത് ഇന്ത്യയിൽ ഒത്തിരി യാത്ര ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഒരു നോർത്ത് ഇന്ത്യൻ മിഷൻ ഉള്ളിൽ കയറി ഞങ്ങൾ ഈ നാട്ടിലെ ബന്ധമൊക്കെ അവസാനിപ്പിച്ച് നാട്ടിലെ നോർത്ത് ഇന്ത്യയിൽ സ്ഥിരമായി നിൽപ്പാൻ ആഗ്രഹിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും സജിത്ത് അവസാനം ചാൻസ് കിട്ടിയപ്പം പുറകോട്ട് പോയി. എന്നാലും എനിക്ക് മാറാൻ പറ്റിയില്ല. ഇങ്ങനെ നിന്ന് അനേക ഇടങ്ങളിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഒരു മിഷൻ ഇവിടെയൊക്കെ തുടങ്ങാൻ പറ്റുമോ എന്ന് കർത്താവ് ചോദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 2017 ഫെബ്രുവരി മാസത്തിൽ ഞാൻ ബീഹാറിലെ സമസ്തിപൂർ എന്ന് പറയുന്ന ദേശത്ത് ഒരു ഓപ്പൺ എയർ മീറ്റിങ്ങിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയം ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും എന്നോട് ശക്തമായി ഇടപെട്ടു. ഈ ദേശത്ത് നിനക്കൊരു വേല തുടങ്ങാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, കർത്താവെ തുടങ്ങാം. വീട്ടിൽ വന്ന് പിന്നെയും ഞാൻ പരിപാടി മാറ്റിവെച്ചു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഇവരുടെ സപ്പോർട്ട് കൊടുക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. 2017 മാർച്ച് മാസത്തിൽ അപ്പോൾ എന്നോടൊരു ദൂതുണ്ട്. എവിടെ ചെന്നിരുന്നാലും ഒരു ദൂത് പറയും. ഞാനൊരു പ്രവാചകൻ്റെ അടുക്കൽ ദൂത് കേൾക്കാൻ വേണ്ടി പോകത്തില്ല. ഞാൻ ഇരിക്കുന്നിടത്ത് വന്ന് എന്നെ പിടിച്ചു പൊക്കിയിട്ട് പ്രവാചകിയോ ദൂത് പറയും. ഞാൻ നിന്നെ ഭാരതത്തിൻ്റെ എല്ലാ സ്റ്റേറ്റുകളിലും അയക്കും, ഞാൻ നിന്നെ വിദേശ രാജ്യങ്ങളിൽ അയക്കും, എനിക്ക് നിന്നിലൂടെ വലിയൊരു വേല ചെയ്യാനുണ്ട്, കേൾക്കാൻ സുഖമാണ്. അപ്പോൾ എനിക്ക് നല്ല സന്തോഷം, സുഖമൊക്കെ. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഞാനിതൊന്നും തുടങ്ങാതെ മുന്നോട്ട് പോകുന്ന സമയത്ത് 2017 മാർച്ച് മാസത്തിൽ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ വീട്ടിലായിരിക്കുന്ന സമയം, എൻ്റെ ഭാര്യ എൻ്റെ കൂടെയില്ല. എൻ്റെ ഇളയ മോനെ മണിപ്പാലിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ ഹോസ്റ്റലിലെല്ലാം ഒരു വീടെടുത്താണ് അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവൻ്റെ കൂടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ താമസിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഭാര്യ അങ്ങോട്ട് പോയി അവൻ്റെ കൂടെ താമസിക്കുന്ന സമയം ഒരു ദിവസം ഉച്ചയായപ്പോൾ എനിക്കൊരു വല്ലാത്ത വിഷമം തോന്നി. പെട്ടെന്ന് എൻ്റെ ശരീരം വിറയ്ക്കുവാൻ തുടങ്ങി, എൻ്റെ ശരീരം ക്ഷീണിക്കുവാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് മുകളിൽ കയറി എൻ്റെ റൂമിൽ കയറി ഞാൻ കഥകൊക്കെ അടച്ച് ഫാനും എല്ലാം എടുത്ത് ഞാനിങ്ങനെ ദൈവത്തിന് അല്പസമയം പ്രാർത്ഥിച്ചിട്ട് ഇരിക്കുന്ന സമയം ഞാനൊരു അബോധാവസ്ഥയിലേക്ക് പോയി. രാത്രി എഴുന്നേൽക്കുമ്പോൾ അല്പം വ്യത്യാസമൊക്കെ തോന്നി. രാത്രി സുഖമായിട്ട് ഉറക്കി പിറ്റേ ദിവസം രാവിലെ ആ വിഷമം തോന്നിയ സമയത്ത് ഞാൻ എൻ്റെ BP പെട്ടെന്ന് ചെക്ക് ചെയ്ത്. ഞാൻ BPക്ക് മെഡിസിൻ എടുത്തിട്ട് കുറച്ച് നാളായി. ഞാൻ നോക്കുമ്പോൾ BP ഏറ്റവും ഹൈ ലെവലിൽ നിൽക്കുകയാണ്. ഞാൻ മെഡിസിൻ എടുത്തു. വീണ്ടും അല്പസമയം കഴിഞ്ഞ് വീണ്ടും അരമണിക്കൂർ കഴിഞ്ഞ് BP നോക്കി. ഇങ്ങനെ 2-3 പ്രാവശ്യം മെഡിസിൻ എടുത്തു, BP നോക്കി. കാര്യമായ കുറവൊന്നുമില്ല. അവസാനം ഞാൻ തന്നെ വണ്ടി ഓടിച്ച് 10-15 കിലോമീറ്റർ അകലെയുള്ള
ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി. ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് എൻ്റെ ഒരു സൈഡ് തളർന്ന്, ഇടത്ത് സൈഡ് തളർന്ന് എനിക്ക് നടക്കാൻ വയ്യ. ഒരു വിധത്തിൽ ഞാൻ ആ എമർജൻസി റൂമിൽ കയറി. പെട്ടെന്ന് അവർ പരിശോധനയൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളുടെ കൂടി ആരുണ്ട്? ഞാൻ പറഞ്ഞു, എൻ്റെ കൂടി ആരുമില്ല. എൻ്റെ വൈഫിനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തു. എനിക്ക് സാധ്യമല്ല വന്നപ്പോൾ ഡോക്ടർ തന്നെ വിളിച്ച് കാര്യം പറഞ്ഞു. വൈഫുമായിട്ട് സംസാരിച്ചിട്ട് തന്നെ ICUവിൽ അഡ്മിറ്റ് ചെയ്തു. എന്നിട്ട് ഡോക്ടർ വന്ന് പറഞ്ഞു, നിങ്ങളുടെ ഒരു സൈഡ് ഇത് പാരലൈസായി, നിങ്ങൾക്ക് അറ്റാക്ക് കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിയത്തില്ല. 24 മണിക്കൂർ കഴിഞ്ഞു. അതിന് മുമ്പാണെങ്കിൽ തരേണ്ട ഒരു മെഡിസിൻ ഉണ്ട്, അതിപ്പം തരാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നാളെ നമുക്ക് ചെക്ക് ചെയ്യാം. നാളെ ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്ന് ആരംഭിക്കാം, നമുക്ക് ചിന്തിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പിറ്റേ ദിവസം ചെക്ക് ചെയ്തു. ആ സ്ക്രീൻ എൻ്റെ ആൻജിയോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്ക്രീൻ എൻ്റെ നേരെ തിരിച്ചിട്ട് ഡോക്ടറിനോട് പറഞ്ഞ്, കാണുന്ന 4 ബ്ലോക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. 2 മേജറാണ്, 2 സാരമില്ല. ഇപ്പോൾ തരുന്ന മെഡിസിൻ അത് 5 ദിവസത്തേക്കാണ് ഒരു കോഴ്സ്. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം, വന്നിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 4ാമത്തെ ദിവസം അത് കംപ്ലീറ്റ് ചെയ്തു, വീണ്ടും ചെക്ക് ചെയ്തു. അപ്പം ഇരിക്കുന്ന ആ സീറ്റിൽ നിന്ന് ഡോക്ടർ ചാടി എഴുന്നേറ്റിട്ട് എന്നോട് പറഞ്ഞു, ഇതെന്ത് സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല, ഒരു ബ്ലോക്ക് പോലും നിങ്ങളുടെ ഹൃദയത്തിലില്ല, വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഏതാണ്ട് 26,000 രൂപ മാത്രം ബില്ല് കൊടുത്തിട്ട് ഞാൻ തന്നെ വണ്ടി ഓടിച്ച് ആ സമയത്തൊക്കെ എൻ്റെ ഭാര്യയും വന്ന് വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നു. ഞാൻ ആ സമയത്ത് ഞങ്ങൾക്ക് ഒരു പ്രയർ ഗ്രൂപ്പുണ്ട്, ശക്തന്മാരായ അഭിഷിക്തന്മാരുടെ ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിലുള്ള പലരും ഇതിനകത്തുണ്ട്. ഇവരെല്ലാം തന്നെ ശക്തന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തന്മാരായ പ്രവാചകന്മാർ, ശക്തന്മാരായ വചനപ്രഘോഷകരൊക്കെയാണ്. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ പ്രാർത്ഥിച്ച് തീരുമാനിച്ച് ഹൈദരാബാദിൽ 3 ദിവസത്തെ, അപ്പോൾ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലുള്ള പല ബന്ധങ്ങളുള്ളതുകൊണ്ട് ഹൈദരാബാദിൽ 3 ദിവസം ദൈവസന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരുന്നു രൂപം കൊടുത്തൊരു മിഷൻസ് ടീമാണ് ജീസസ് ജനറേഷൻ ഗോസ്പൽ ആർമി മിനിസ്ട്രീസ്. അതിൻ്റെ പ്രസിഡൻ്റായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രജിത് പാസ്റ്ററാണ്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് സണ്ണി പാമ്പാടി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, അജോ പാസ്റ്റർ കൂടിയുണ്ട്. FS ലേഖനം 4-ാം അധ്യായം അതിന് 11-12 വാക്യങ്ങൾ പറയുന്നത് പോലെ 5 വിധ ശുശ്രൂഷകൾ ചെയ്യുന്ന ശക്തന്മാരായ അഭിഷിക്തന്മാരുടെ കൂട്ടമാണ് ഈ ജീസസ് ജനറേഷൻ ഗോസ്പൽ ആർമി മിനിസ്ട്രീസ്. ഇന്ന് ഭാരതത്തിൻ്റെ 10 സ്റ്റേറ്റുകളിലായിട്ട് വേലകൾ നടക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പഞ്ചാബിലായിരുന്നു. പഞ്ചാബിലെ വേലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമൃത്സറിൽ ബോർഡർ സിറ്റിയിൽ, അവിടെ നിന്ന് നോക്കിയാൽ അങ്ങേ അകലെയായിട്ട് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബോർഡറൊക്കെ ആ വേലിക്കെട്ടൊക്കെ വളരെ വ്യക്തമായി കാണാം. അവിടെയായിരുന്നു ചെന്ന സമയത്ത് അതെല്ലാം അടച്ചിരിക്കുകയായിരുന്നു. ഞാൻ പോകുന്ന 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ അമൃത്സറിൽ 26 ചർച്ചുകളുണ്ട്. പല ചർച്ചുകളും തുടങ്ങാനായിട്ട് അവർ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ പിന്നിൽ വലിയ സാക്ഷ്യങ്ങളുണ്ട്. വലിയ സാക്ഷ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പോലെയല്ല. അവിടെയൊക്കെ ചെന്ന് എന്ത് പ്രാർത്ഥിച്ചാലും അതങ്ങ് സംഭവിക്കുക. ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും അത് സംഭവിക്കും. അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ അവർ പറയും, കഴിഞ്ഞ പ്രാവശ്യം പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് അതിൻ്റെ മറുപടിയാ എന്ന് പറഞ്ഞിട്ട് പലരും വരും. വിട്ടിരിക്കുന്ന ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും അറിയാം. രാജസ്ഥാനിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം അവസാനത്തോടുകൂടി ഞാനും പ്രജിത് പാസ്റ്ററും ചില ദിവസങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ 3 വേലകൾ കൂടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കർത്താവ് സഹായിച്ചു. അതും ബോർഡർ ഏരിയയിൽ വളരെ കണ്ടു കഴിഞ്ഞാൽ വളരെ 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 ബുദ്ധിമുട്ടേറിയ ഇടങ്ങളിലാണ് കർത്താവ് കൊണ്ടുപോകുന്നത്. എനിക്കറിയത്തില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് പോകാൻ ദൈവം സഹായിച്ചു. അങ്ങനെ 10 സ്റ്റേറ്റുകളായിട്ട് വേലകൾ നടക്കുന്നു. ഈ വേലയോർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. കഴിഞ്ഞ നവംബറിൽ ഞങ്ങളുടെ തന്നെ ടീമിലുള്ള പന്തളത്തുള്ളൊരു വീട്ടിൽ 2 ദിവസത്തെ ഒരു ഫാസ്റ്റിംഗ് പ്രയർ നടക്കുമ്പോൾ ദൈവാത്മാവ് ഇടപെട്ടതാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോയി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായ ഒരു നിയോഗം തന്ന് ആ നിയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മീറ്റിംഗ് ഇന്ന് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഞങ്ങളുടെ മീറ്റിംഗ് നടന്നത് ഇവിടെ മാവേലിക്കര ഒരു ദേവദാസൻ്റെ സഭാഷൻ എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസനും ദാസിയും ഇവിടെയുണ്ട്. അവർ സാക്ഷ്യം പറയും ആ മീറ്റിംഗ് എങ്ങനെയിരുന്നു. ആ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അവരിന്ന് വന്നത്. ഒരു നോക്കണമേ, ഏറ്റവും വെളുപ്പിനെ മാവേലിക്കര എഴുന്നേറ്റ് അവിടുന്ന് ബൈക്ക് ഓടിച്ച് കോട്ടയത്ത് വന്ന്, കോട്ടയത്ത് നിന്ന് ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ചാണ് ഇവിടെ വന്നത്. അപ്പോൾ അവർ വില കൊടുത്താണ് നിൽക്കുന്നത്. ദൈവം അവർക്ക് കൊടുത്ത സാഹചര്യങ്ങളിൽ സുഖമായിട്ട് വീട്ടിൽ വിശ്രമിക്കേണ്ട സമയമാണ് അല്ലേ, വളർത്തിയാൽ കൊടുത്ത്. അപ്പം ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദൈവം നമ്മെ വിടുവിക്കുന്ന ദൈവം, ഈ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം. അല്പസമയം ആ ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടി പോകുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. അല്പം വെള്ളം വേണം.
ഈ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 38-39 വാക്യങ്ങളിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, വിശ്വസിക്കുന്ന എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. എങ്ങനെയാണ് ഉള്ളിൽ നിന്നും ഒഴുകുന്നത്? എസെക്കിയേൽ പ്രവചനം പഠിച്ചു വരുമ്പോൾ എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ കല്ലായി അവരുടെ ഹൃദയം മാറ്റും, ഞാൻ എൻ്റെ ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കും, ഞാൻ പുതിയൊരു ജീവനെ അവർക്ക് നൽകും. ഞാനും നിങ്ങളും എന്ന് രക്ഷയിലേക്ക് കടന്നു വന്നോ, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചോ, അന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലാണ് ഞാനും നിങ്ങളും ഈ രക്ഷയിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നത്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എൻ്റെ നിങ്ങളുടെയും ഉള്ളിലുണ്ട്. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഈ പകൽക്കാലം ഇതിനകത്തൊരു നദി ഒഴുകണം. ഈ പകൽക്കാലം ഇതിനകത്തൊരു നദി ഒഴുകണം. ഈ നദിക്ക് 4 തലങ്ങളുണ്ട്. എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നാം പഠിച്ചു വരുമ്പോൾ അവിടെ പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, 1000 മുഴം അളന്നു എന്നോട് കൂടെയുള്ള ആ ദൈവത്തിൻ്റെ ദാസൻ, ദൈവത്തിൻ്റെ ദൂതൻ എന്നെ വെള്ളത്തിലേക്ക് ഇറക്കി നിർത്തി. വെള്ളത്തിൻ്റെ അളവ് നെരിയാണിയോളവുമായിരുന്നു. വീണ്ടും പറയുന്നു, വീണ്ടും 1000 മുഴം അളന്നു എന്നെ വെള്ളത്തിലേക്ക് ഇറക്കി നിർത്തി. വെള്ളത്തിൻ്റെ അളവ് മുട്ടോളവുമായി. 2-ാമത്തെ തലം. ഇന്ന് പെന്തക്കോസ്ത് സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വിശ്വാസികളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ 1-ും 2-ലും നിൽക്കുന്നവരാ. വീണ്ടും വചനം പറയുന്നു, വീണ്ടും അവൻ അല്ലെങ്കിൽ ദൂതനോട് കൂടിയുള്ള ദൂതൻ 1000 മുഴം അളന്നു എന്നിട്ട് എന്നെ വെള്ളത്തിൽ ഇറക്കി നിർത്തി. എൻ്റെ ആ വെള്ളത്തിൻ്റെ അളവോടെ പറയുന്നു അതെൻ്റെ അരയോളമായി. വീണ്ടും പ്രവാചകൻ പറയുന്നു, വീണ്ടും അല്ലെങ്കിൽ 1000 മുഴം അളന്നു, അത് നീന്തിയിട്ട് കടപ്പാൻ വഹിയാത്ത ഒരാത്മപ്രവാഹമായി തീർന്നു. ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ യേശു എങ്ങനെ വിളിച്ചു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്നും ഒരു ഒഴുക്ക് ഇതിനകത്തുണ്ടാകണം. ഉള്ളിൽ നിന്നും ഒരു ഒഴുക്ക് ഇതിനകത്തുണ്ടാകണം. ആ ഒഴുക്കിന്റെ ലെവല് നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു ആത്മപ്രവാഹം. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്തൊരു ആത്മപ്രവാഹം. ഈ പകൽക്കാലം ദൈവസ്ഥനിൽ കടന്നു വന്നിരിക്കുന്നത് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ട്, ഓരോരോ ഭാരങ്ങളുണ്ട്, ഓരോരോ വിഷമതകളുണ്ട്, ഓരോരോ പ്രാർത്ഥനാ സബ്ജക്റ്റുകളുണ്ട്. ഏത് പ്രാർത്ഥനാ വിഷയമാണെങ്കിലും ആ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ഈ പകൽക്കാലം ഇതിനകത്തൊരു വിടുതൽ നടക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ വിടുതൽ നടക്കണമെങ്കിൽ അഭിഷേകത്തിന്റെ നദി ഒഴുകണം. അഭിഷേകത്തിന്റെ നദി ഒഴുകണം. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം ആണെന്ന് തോന്നുന്നു. 5-ാം അധ്യായത്തിന്റെ 26-21 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനൊരു വാക്യമുണ്ട്, പുരാതന നദിയാം കീശോൻ തോട് തള്ളി അങ്ങവരെ ഒഴുക്കിക്കൊണ്ടുപോയി 900 ഇരുമ്പ് രഥങ്ങളെ കൊണ്ടുവന്നു. ശക്തമായ ഒരു കാലാൾപ്പടയെ കൊണ്ടുവന്നു. ദൈവത്തിന്റെ സ്വന്തം ജനമായ മക്കളെ, ഇസ്രായേൽ മക്കളെ, അബ്രഹാമിന്റെ സന്തതികളെ, വാഗ്ദത്തം പ്രാപിച്ചവരുടെ സന്തതികളെ അടിമകളാക്കി വെച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, കീശോൻ തോടൊന്നൊഴുകി, പുരാതന നദിയാം കീശോൻ തോടൊന്നൊഴുകി, എന്നിട്ട് തള്ളി അവരെ ഒഴുക്കിക്കൊണ്ടുപോയി. രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ വീണ്ടും കീശോൻ തോടിനെ കുറിച്ച് കാണാൻ സാധിക്കുന്നു. ഏലിയാവ് കർമ്മേലിൽ നിന്നും ബാലിന്റെ പ്രവാചകന്മാരെ കീശോൻ തോടിന്റെ അരികിലേക്ക് നടത്തിക്കൊണ്ടുപോയി. അവിടെ വച്ച് അവരെ അവരുടെ കഴുത്ത് വെട്ടി അവരെ കൊന്ന് കീശോൻ തോടിലൂടെ ഒഴുക്കിക്കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു വരുന്നതിന് ഒരേ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഭാരങ്ങൾ എന്തുമാകട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തുമാകട്ടെ, അത് എത്ര ശക്തമെന്നാകട്ടെ, അതിന്മേലൊരു ദൈവപ്രവൃത്തി ഈ പകൽക്കാലം നടക്കും. ഞാൻ വിശ്വസിക്കുന്നു. വെറുതെ വിളിച്ചു പറയുന്നതല്ല, അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വിളിച്ചു പറയുന്നതാ. സ്വന്തമായി അനുഭവിച്ച അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വിളിച്ചു പറയുന്നതാ. പുരാതന നദിയാം കീശോൻ തോട് തള്ളി അങ്ങ് അവരെ ഒഴുക്കിക്കൊണ്ടുപോയി. ഈ പകൽവേളയില്
നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങളുടെ വിഷമതകൾ, നിങ്ങളുടെ ആവലാദികൾ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അതെന്തുമാകട്ടെ അതങ്ങൊഴുക്കി കൊണ്ടുപോകും. സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനായിരിക്കുന്ന വില്യം ബൂത്ത് എഴുതിയൊരു പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ അവസാന അല്ലെങ്കിൽ ആ പാട്ടിൽ ഒരു പാട്ട് മലയാളത്തിലേക്ക് ആരോ ട്രാൻസ്ലേറ്റ് ചെയ്യുകയുണ്ടായി. അതിൻ്റെ അവസാന വരികൾ ഇങ്ങനെയാണ് പറയുന്നത്: കൃപാക്കടലേ, നിന്റെ തീരത്ത് ഞാൻ അനേക നാളായി കാത്തിരിക്കുന്നു. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഞാനിവിടുന്ന് മടങ്ങുകയില്ല, ഞാനിവിടുന്ന് മടങ്ങുകയില്ല. എന്തുകൊണ്ട് മടങ്ങുകയില്ല? ആ പ്രവാഹമെന്മേൽ, ആ പ്രവാഹമെന്മേൽ, ആ പ്രവാഹമെന്മേൽ ഒഴുക്കാതിരുന്നാൽ ഞാനിവിടുന്ന് മടങ്ങുകയില്ല. പറ്റുമോ? പറ്റുമോ? പണ്ട് കാലങ്ങളിൽ നമ്മുടെ വല്യപ്പച്ചന്മാർ അങ്ങനെയായിരുന്നു അല്ലേ? ഇനിയുടെ ചർച്ച കൊണ്ടിന്റെ സ്ഥാപകനായിരിക്കുന്ന പ്രിയ നമ്പിച്ചായന്റെ ജീവിതത്തിൽ പഠിച്ചു വന്നാൽ മനസ്സിലാക്കിയാൽ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ഈ പാൽക്കാലം ദൈവസേനയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ വേദനകൾ, നമ്മുടെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, നമ്മുടെ ഭാരങ്ങൾ എന്തുമാകട്ടെ, 73 വയസ്സുണ്ട്. കഴിഞ്ഞ മാസവും ഈ മാസവുമായിട്ട് പഞ്ചാബ്, രാജസ്ഥാനിലെ യാത്രയായിരുന്നു. അവർ തരുന്നത് കഴിച്ച് അവരുടെ കൂടെ കിടന്നുറങ്ങി. ഒരു ക്ഷീണവും ഇല്ല. എല്ലാം ദൈവം നടത്തുന്നു. ഞങ്ങൾ പറയുന്നത് വെറുതെ അല്ല. ആർക്കെങ്കിലും ഞങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഫീൽഡുകൾ സന്ദർശിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടുപോകും. അല്പസമയം നമുക്ക് ദൈവത്തെ ആരാധിക്കാം. സകല കെട്ടുകളും അഴിയും, സകല ബന്ധനങ്ങളും അഴിയും. നേരത്തെ വർഷിപ്പ് ലീഡ് ചെയ്ത് പ്രിയ സഹോദരനോട് മുന്നോട്ട് വരണമേ. അല്പസമയം പാടി ആരാധിപ്പാൻ. നമുക്കറിയാമല്ലോ, പരിശുദ്ധാത്മാവെ ശക്തി പകർന്നിട്ടുണ്ടമേ എന്നുള്ള പാട്ട്. ആ പാട്ട് പാടി നാം അല്പസമയം ദൈവത്തെ ആരാധിക്കാൻ പോകുകയാണ്. ആ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങൾ പൂർണ്ണമായും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നു എങ്കിൽ ഈ പകൽക്കാലം ഇതിനകത്ത് അത്ഭുതം നടക്കും. ഈ പകൽക്കാലം ഇതിനകത്ത് വിടുതൽ നടക്കും. ഈ പകൽക്കാലം ഇതിനകത്ത് അത്ഭുതങ്ങൾ, വിടുതലുകൾ സംഭവിക്കും. അത് യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. സകല കെട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. സകല രോഗബന്ധനങ്ങളും അത് യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. പിന്മഴയെ വേഗം അയക്കണമേ, നിൻ ജനമുണർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ, നിൻ ജനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം എനിക്കാവശ്യമുണ്ട്. കർത്താവേ നീ അറിയുന്നു, അവിടുത്തെ ബലം എനിക്കാവശ്യമുണ്ട്. കർത്താവേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആമേൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ. അമിതബലം വ്യാപരിക്കട്ടെ. ആത്യന്ത ശക്തിയുടെ ഒരു കൈമാറ്റം ഇതിനകത്ത് സംഭവിക്കട്ടെ. ആത്യന്ത ശക്തി ഇതിനകത്ത് വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവേ
ശക്തി പകർന്നിടണേ. ആമേൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. ആമേൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ ധീരത. ആമേൻ. ശക്തി വ്യാപരിക്കട്ടെ. അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ആ ശക്തി വ്യാപരിക്കട്ടെ. ആത്മതലങ്ങൾ മാറട്ടെ. നെരിയാണിയോളമല്ല, നരിയാണിയോളമല്ല, ലെവല് മാറട്ടെ, ലെവല് മാറട്ടെ. ആമേൻ. വിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ കർത്താവേ നീ അറിയുന്നു. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ. ആമേൻ. അഴിയട്ടെ. യെസ്. ലോകത്തിന്റെ മോഹങ്ങൾ വിട്ടുമാറട്ടെ. ഞങ്ങൾ സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ. അഭിഷേകം ചെയ്യണമേ. ധീരതയോടെ നിൻ സേവ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ പകർന്നിടണേ. ആമേൻ. ഹല്ലേലൂയ. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. ആമേൻ. ശക്തി വ്യാപരിക്കട്ടെ. അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. നെരിയാണിയോളുമല്ല, മുട്ടോളുമല്ല, അരയോളുമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്തൊരാത്മപ്രവാഹം. പരിശുദ്ധാത്മാവേ ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഇതിനകത്ത് അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. സകല ഭാരങ്ങളും സമകലം മാറട്ടെ. പുരാതന നദിയാം കീശോൻ തോട് ആ നദി ഒന്നൊഴുകട്ടെ. തള്ളി അങ്ങവരെ ഒഴുക്കിക്കൊണ്ടുപോയി സകല വേദനകളും സകല ഭാരങ്ങളും സകല രോഗങ്ങളും സകല പ്രശ്നങ്ങളും ഭാരങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങൾ രോഗങ്ങൾ തലമുറകളെ കുറിച്ചുള്ള ഭാരങ്ങൾ അത് യേശുവിന്റെ നാമത്തിലൊക്കെ ഒഴുകിപ്പോകട്ടെ. നടന്നിടുവാനാദിയിലെന്നപോലാത്മാവേ അമിത ബലം തരണേ. ആദിയിലെന്നപോലാത്മാവേ അമിത ബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ആമേൻ. പരിശുദ്ധ
പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ആവശ്യമെന്ന് അവിടുത്തെ ബലം ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ആവശ്യമെന്ന്. ശക്തി വ്യാപരിക്കട്ടെ, അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, അഭിഷേകത്തിന്റെ ശക്തി പകൽക്കാലം ഇതിനകത്ത് വ്യാപരിക്കട്ടെ, അഭിഷേകത്തിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കെട്ടുകൾ അഴിയട്ടെ, യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു വിടുതല്, ഈ ദേശത്തിന്മേലൊരു വിടുതല്, ഈ ദൈവസഭയ്ക്കൊരു വളർച്ച. അത്ഭുതങ്ങൾ അടയാളങ്ങൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ വേദനകൾ മാറട്ടെ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ദൈവത്തിന് പ്രാർത്ഥനയോടെ എല്ലാവർക്കും ഇരിക്കാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ തലങ്ങൾ വളരുന്നതനുസരിച്ച് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാൻ പറ്റത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ 24 ഫെബ്രുവരി മാസത്തിൽ ഔറംഗാബാദ് അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് എന്ന സ്ഥലത്ത് ഒരു ദേവദാസൻ വിളിച്ചിട്ട് ഞാനും എൻ്റെ കൂടെ ബീഹാറിലുള്ള രാഹുൽ എന്ന് പറയുന്നൊരു സഹോദരനും കൂടെ കടന്നുപോയുണ്ടായി. അവിടെ കടന്നുപോയി ആ കർത്താവദാസന് 11 വർഷമായിട്ട് വിളിക്കുന്നതാണ് എന്നെ. നല്ല പരിചയമുണ്ട്, നല്ല ബന്ധമുണ്ട്, പക്ഷേ പോകാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവിടെ കടന്നു ചെന്നു. അദ്ദേഹം താമസിക്കുന്ന അദ്ദേഹമുണ്ട്, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുണ്ട്, 3 സഹോദരങ്ങളുണ്ട്, 3 പേര് വിവാഹം കഴിച്ചതാണ്. 3 പേർക്കും 2-3 കുഞ്ഞുങ്ങൾ വീതമുണ്ട്. ഒരു ചെറിയ 10 സ്ക്വയർ ഫീറ്റ് മാത്രം കാണുന്ന ഒരു മുറിയും ഒരടുക്കളയും ഒരു ബാത്റൂമും, ഇതിനകത്താണ് ഇവർ താമസിക്കുന്നത്. ടൗണിനടുത്ത് ഒരു ചെറിയ സ്ഥലം അവർക്കുണ്ട്. ആ സ്ഥലത്ത് ഷെഡ് കെട്ടിയാണ് ആരാധന. ആ ഷെഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആൾ കൂടിയാൽ അതിങ്ങനെ അതിർത്തി നീട്ടിയിടാവുന്ന വിധത്തിലാണ്. മഴ പെയ്താൽ സകല വെള്ളവും അതിനകത്ത് വരും. അവിടെ പോയി പ്രാർത്ഥിച്ച് 3 ദിവസത്തെ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു പോരുന്ന സമയത്ത് അന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോകുന്ന അവസാനത്തെ ദിവസമാണ്. അവിടെ ചെന്ന് ആ വീട് കണ്ടപ്പോൾ ഒത്തിരി വിഷമം തോന്നി. അപ്പോൾ അവരും പറഞ്ഞു, ദേവദാസന് ഞങ്ങൾക്കൊരു വീട് വേണം, പ്രാർത്ഥിക്കണം. ഇത് കണ്ടല്ലേ ചോദിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അവർക്കുള്ള ആ സ്ഥലത്ത് പോയിട്ടാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവാത്മാവിൻ്റെ ഉള്ളിലൊരു വചനം തന്നു. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 30-31 വാക്യങ്ങൾ. ഒരുവൻ വിശ്വാസത്തോടെ കടുകുമണി ചെറുതെങ്കിലും എടുത്ത് നിലത്തിട്ടു, അത് വളർന്നു, അത് സസ്യമെങ്കിലും അതിൻ്റെ ലെവല് മാറി അതൊരു വൃക്ഷമായി തീർന്നു. അതൊരു വലിയ വൃക്ഷമായി, അതിന് കൊമ്പുകളുണ്ടായി, ശാഖകളുണ്ടായി, അനേക ശാഖകളുണ്ടായി, പക്ഷികൾക്ക് അവിടെ വന്ന് വിശ്രമിക്കുന്നു. ഈ വചനം പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എന്നിട്ട് കർത്താവദാസനോട് പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ പണി തുടങ്ങാൻ പറഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ അദ്ദേഹം പണി തുടങ്ങി.
പണി തുടങ്ങിയിട്ട് രണ്ടാഴ്ച മുമ്പ് ആ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിച്ച് കംപ്ലീറ്റ് അതിൻ്റെ പണി പൂർത്തീകരിച്ച് താഴത്തെ നില ആലയം, അതിൻ്റെ മുകളിൽ ദേവദാസന് കുടുംബമായി താമസിക്കാനുള്ള ഒരു 2 മുറിയുള്ളൊരു ഫ്ലാറ്റ്. ഇത് പണി തീർന്നു. എൻ്റെ ഫോണിനകത്ത് എൻ്റെ ഫോട്ടോ കിടപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഡെഡിക്കേഷൻ നടത്താനായിട്ട് അടുത്ത ദിവസങ്ങളിൽ പോകേണ്ടതാണ്. ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നമുക്ക് ഈ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ട് പ്രസംഗിക്കാൻ എളുപ്പമോ? പ്രത്യേകിച്ച് വിശ്വാസമൊക്കെ പാടാനും പ്രാർത്ഥിപ്പാനും പ്രസംഗിക്കാനും ഒക്കെ ഒത്തിരി ആവേശമാണ്. പക്ഷേ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക, വിശ്വാസത്തിന് വേണ്ടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. കടുകുമണി ചെറുതെങ്കിലും എടുത്ത് നിലത്തിട്ട് കഴിയുമെങ്കിലേ അതിൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ അത് ഭരണിക്കകത്ത് വെച്ചാൽ ആ ഭരണിക്കകത്ത് തന്നെ ഇരിക്കും. നിലത്തിട്ട് ചെളിയിലേക്കിട്ടാൽ ആ വളരുന്ന വിശ്വാസത്തിന് മുമ്പാകെ മാറാത്തതൊന്നുമില്ല, മാറാത്ത ഒരു പ്രശ്നവുമില്ല, മാറാത്ത ഒരു ഭാരവുമില്ല. കഴിഞ്ഞ ഏറെ നാളുകളായിട്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനാണ് പാസ്റ്റർ സെബാസ്റ്റ്യൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം. അവർ കഴിഞ്ഞ നാളുകളിൽ യമനിലായിരുന്നു, അത് കഴിഞ്ഞ് നോർത്ത് ഇന്ത്യയിൽ കുറച്ച് നാളുകളിൽ കർത്താവിൻ്റെ വേലയിലായിരുന്നു. ഇപ്പം മാവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് അവർ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. വലിയ പരിചയമൊന്നും അവരുമായിട്ടില്ല. ഇതുപോലെ ഒരു പ്രയർ അവരുടെ വീട്ടിൽ അവിടെ മാവേലിക്കര ക്രമീകരിച്ചു, അവരുടെ ചർച്ച ക്രമീകരിച്ചു. ഞങ്ങൾ കടന്നു ചെന്നു, രാവിലെ മുതൽ സന്ധ്യ വരെ അവിടെ ശുശ്രൂഷിച്ച് മടങ്ങിപ്പോകുന്നു. ഈ ഒരു പരിചയം, ആ സമയത്തുണ്ടായ പരിചയം മാത്രമേ ഉള്ളൂ. ആ പ്രിയ ആൻറ്റി ഇപ്പോൾ മുന്നോട്ട് വന്ന് കർത്താവ് തന്നെ കരുതിയ വിധങ്ങൾ, കർത്താവ് തന്നെ നടത്തിയ വിധങ്ങളെക്കുറിച്ച് അല്പമായിട്ട് നിങ്ങളോട് സംസാരിക്കും. ആൻറ്റി ഒരു 15 മിനിറ്റിൽ കൂടുതൽ മുന്നോട്ട് പോകരുത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഇവിടെയൊന്നും സമയമൊക്കെ ഇവിടെയുണ്ട്. കർത്താവിൻ്റെ ദാസി അല്പസമയം നമ്മളോട് സംസാരിക്കും. കർത്താവ് വളരെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ദേവദാസന്മാർ അനീഷ് പാസ്റ്റർ യാത്രയിലാണ്. കർത്താവിൻ്റെ ദാസന്മാരും ശുശ്രൂഷിക്കും. അതിനുശേഷം ഞങ്ങളുടെ കൂടെയുള്ള ദേവദാസന്മാരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമയങ്ങളെടുക്കും. വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ വാത്സല്യ എല്ലാ ദൈവഭക്തന്മാർക്കും വിശ്വാസി മക്കൾക്കും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അല്പനിമിഷത്തെ സാക്ഷ്യം പറഞ്ഞാൽ 15 മിനിറ്റ് കൊണ്ട് തീരുന്ന ഒരു സാക്ഷ്യവും എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ജീവിതമേ ഒരു വലിയ സാക്ഷ്യമാണ് ഈ നിൽക്കുന്നത്. കർത്താവിൻ്റെ ഹിതപ്രകാരം 10-25 വർഷക്കാലം യമനിൽ കർത്താവിൻ്റെ വേലയും ജോലിയുമായുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിച്ചു. 2014 ബോംബെയിൽ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് വിശദീകരിച്ച് പറയാൻ സമയമില്ല. 2015 അവിടെ യുദ്ധം രൂക്ഷമായി. 99.5% ആൾക്കാരും വിദേശികളെല്ലാം ആ ദേശം വിട്ട് അവരവരുടെ സ്ഥലങ്ങളിൽ പോയി. എംബസിക്കാരും ഞങ്ങളെ കൈയൊഴിഞ്ഞു. പക്ഷേ വലിയവനായ ദൈവം ഞങ്ങളെ കൈയൊഴിയാതെ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഞങ്ങൾക്കൊരു മൂവ്മെൻറ്റ്സ് ഓർഡർ കർത്താവ് തന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു മൂവ്മെൻറ്റ്സ് ഓർഡർ എന്ന് പറയുമ്പം യുദ്ധമാണ്. അവിടെ ഹല്ലേലൂയ, ആദ്യം തന്നെ കരണ്ടും വെള്ളവും അവിടെ നിന്നു. ഹോസ്പിറ്റലിൽ സാലറി ഇല്ല എന്ന് ഹോസ്പിറ്റൽ അധികാരികൾ പറഞ്ഞു. ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലാണ് എൻ്റെ അൾത്തോറ മോഡേൺ ജനറൽ ഹോസ്പിറ്റൽ. ഞാൻ 16 വർഷത്തോളം പ്രൈസ് ദി ലോർഡ് ട്രാൻസ്പ്ലാന്റ് OTയിൽ സൂപ്പർവൈസറായി ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ന്യൂറോ OTയിൽ അതേ സെയിം ജോലി ചെയ്തു. ഈ ജോലിയോടുള്ള ബന്ധത്തിലൊക്കെയും കർത്താവിൻ്റെ വേല അതിശക്തമായി ചെയ്യുവാൻ സർവകൃപാലുവായ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. 2015 തൊട്ട് യുദ്ധം തുടങ്ങി. എൻ്റെ 2 കുഞ്ഞുങ്ങൾ, മോന് മറ്റൊരു ദേശത്ത് പഠിച്ചുകൊണ്ടിരുന്നു, മോള് ദേശത്തായിരുന്നു. 2 വർഷം അവളുടെ വിദ്യാഭ്യാസം തക്ക സമയത്ത് അവളെ വിടാൻ കഴിഞ്ഞില്ല. ആ യുദ്ധം എന്ന് പറയുന്നത് ചെറിയൊരു യുദ്ധമല്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ഒരു യുദ്ധം പോലുള്ള ഒരു യുദ്ധമല്ലായിരുന്നു. ഹല്ലേലൂയ. അനേക രാജ്യങ്ങൾ ഒന്നിച്ച് യമനെ അടിച്ച് തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു യുദ്ധമായിരുന്നു. രാവിലെ എഴുന്നേറ്റ് സൂര്യനെ കണ്ടാൽ കണ്ടു, രാത്രിയിൽ ചന്ദ്രനെ കണ്ടാൽ കണ്ടു. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങൾ വിദേശത്ത് പഠിക്കുന്നു, സാലറി ഇല്ല. നിങ്ങളൊക്കെ വിചാരിക്കും എന്തെങ്കിലും ബെനിഫിറ്റ് കണ്ടുകൊണ്ടാണ് യമനിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ തോമാചായൻ പറഞ്ഞതുപോലെ. ഒരു ബെനിഫിറ്റുമല്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും പ്രൈസ് ദി ലോർഡ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു.
പ്രൈസ് ദി ലോർഡ്. കർത്താവിനോട് ഒന്ന് മാത്രം ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് എല്ലാ മാസവും വാടക കൊടുക്കുവാൻ അവിടുന്ന് കരുതണം. കാരണം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തള്ളി, ഞങ്ങളുടെ എംബസി തള്ളി, പക്ഷേ തള്ളാത്തവനായ സർവശക്തനായ ദൈവം കൂടെ ഇരുന്നു. നീണ്ട 5 വർഷക്കാലം അവിടെ നിന്നു. 2018 പ്രൈസ് ദി ലോർഡ് ദേശത്ത് കടന്നു വരുവാനും, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, 2018 വലിയ വെള്ളപ്പൊക്കത്തിൻ്റെ മധ്യത്തിലാണ്. എനിക്ക് എല്ലാം ഒന്ന് വിപുലീകരിച്ച് പറയുവാനുള്ള സമയമില്ല. എങ്കിൽ തന്നെ പറയാം, 2018 നാട്ടിൽ വന്നപ്പോൾ ദേശനിവാസികൾ പറഞ്ഞു, അവിടെ വെച്ച് ബോംബ് വീഴാതെ, പ്രൈസ് ദി ലോർഡ്, ബോംബ് വീണ് മരിക്കേണ്ടവർ അവിടെ കടന്ന് മരിക്കാതെ ഇവിടെ മരിക്കാൻ വന്നിരിക്കുകയാണോ എന്ന് പറഞ്ഞു. പ്രിയ ദൈവജനമേ, ഞങ്ങൾ താമസിക്കുന്ന ഹല്ലേലൂയ പാർക്കുന്ന സ്ഥലം ഏകദേശം ഒരു കിലോമീറ്റർ റൗണ്ട് അപ്പ് വെള്ളം കയറുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചില്ല. ഏകദേശം ഹല്ലേലൂയ 35 പേർക്കോളം സംരക്ഷണം കൊടുക്കുവാൻ സർവകൃപാലുവായ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചു. വീണ്ടും തിരിച്ച് യമനിലോട്ട് പോകുവാൻ ഒരു ഇഷ്ടമില്ല, കാരണം മറ്റൊന്നുമല്ല, യുദ്ധഭൂമിയാണ്. എങ്കിലും ഈ യുദ്ധഭൂമിയിൽ അനേകം മുസ്ലിംസിനെ കർത്താവിന് വേണ്ടി നേടുവാനും ബാത്റൂം ഡബ്ബിലിട്ട് സ്നാനപ്പെടുത്തുവാനും സർവകൃപാലുവായ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഞാനൊരു ചുരുക്കമാണ് പറയുന്നത്. എൻ്റെ അനുഭവം വലിയ അനുഭവമാണ്. 2012 ഹല്ലേലൂയ ജീവനും മരണത്തിൻ്റെയും പോരാട്ടത്തിൻ്റെ നടുവിൽ കർത്താവിനോടൊരു തീരുമാനമെടുത്തു. എനിക്കിനി ഒരു നിമിഷം കിട്ടിയാൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ വേല വിശ്വസ്തയോടെ ചെയ്യാമെന്ന്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കർത്താവിൻ്റെ വേല വിശ്വസ്തയോടെ ചെയ്യുവാൻ ഫുൾ ടൈം ചെയ്യുവാൻ തീരുമാനിച്ചു. പത്രോസിനെ പോലെ അല്പനിമിഷത്തേക്ക് വല കൊണ്ട് മാറ്റി വെച്ചു, പാത്തു വെച്ചു. വീണ്ടും ജോലിക്ക് വേണ്ടി അവധിക്ക് അപേക്ഷയിട്ട് ദൈവസന്നിധിയിൽ ജോലി ചെയ്യുവാൻ തുടങ്ങി. കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഏത് നിമിഷം അവിടുന്ന് വിളിച്ചാലും ആ സമയം ഞാൻ കർത്താവിൻ്റെ വേലയ്ക്കായി, പ്രൈസ് ദി ലോർഡ്, പൂർണ്ണ സമയം സുവിശേഷീകരണത്തിനായി ഞാൻ ഇറങ്ങുമെന്ന് ദൈവത്തോട് വാഗ്ദാനം ചെയ്തു. 2018 നവംബർ ഹല്ലേലൂയ 26-ാം തീയതി കർത്താവ് പൂർണ്ണമായി കർത്താവിൻ്റെ വേലയ്ക്കായി എന്നെ വിളിച്ചു വേർതിരിച്ചു. പ്രൈസ് ദി ലോർഡ്. 2018 നവംബർ 26-ന് വലിയ പ്രതികൂലമായിരുന്നു എന്നെ. ഞങ്ങളുടെ ഹോസ്പിറ്റലുകാർ ഒരിക്കലും എനിക്ക്, പ്രൈസ് ദി ലോർഡ്, എനിക്ക് ലീവ് തരത്തില്ല, അല്ലെങ്കിൽ എനിക്ക് റിസൈൻ തരത്തില്ല. വലിയ പോരാട്ടത്തിൻ്റെ നടുവിൽ സർവശക്തനായ ദൈവം, വാക്കു പറഞ്ഞ ദൈവം, വാഗ്ദത്തം ചെയ്തവൻ, വാക്കുമാറാത്തവൻ തക്ക സമയത്ത് ഞങ്ങളെ അയച്ചു. 2019 1-ാം തീയതി ദേശത്ത് വന്നിറങ്ങി. 2019 തന്നെ ഫെബ്രുവരി മാസം 4-ാം തീയതി മുതൽ ഞങ്ങൾ രണ്ടുപേരും കൂടി 21 ദിവസം ഉപവസിക്കുവാൻ തീരുമാനിച്ചു. ഞങ്ങൾക്ക് ഈ ഇന്ത്യയിൽ ആരെയും ഒത്തിരി പേരെയൊന്നും അറിയത്തില്ല, പ്രൈസ് ദി ലോർഡ്. കാരണം ഞങ്ങളൊരു ടെററിസ്റ്റ് രാജ്യമെന്ന് തന്നെ പറയാം, യമൻ എന്ന് പറയുന്ന രാജ്യം. എങ്കിലും കർത്താവിനെ വിശ്വസ്തയോടെ വിളിക്കുവാനും ആരാധിപ്പാനും സമയഭേദമന്യേ ഞാൻ ഇന്ന് കേരളത്തിൽ കണ്ട കാര്യമാണ്. ജനത്തിന് ആരാധിക്കേണ്ട, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ട, എല്ലാവരും കാര്യസാധ്യം കാണുവാനും ഹല്ലേലൂയ ഇന്നും കണ്ടുവരുന്ന കാര്യമാണ്. എല്ലാവരും അല്ല, കുറച്ച് പേരൊക്കെ ഉണ്ടത്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞങ്ങൾ കേരളത്തിൽ വന്നു. 21 ദിവസം ഉപവാസത്തിൽ കർത്താവ് ഞങ്ങൾക്ക് ലക്ഷ്യം തന്നു. ചണ്ഡീഗഡിലേക്ക് കർത്താവ് ഞങ്ങളെ അയച്ചു. ചണ്ഡീഗഡിൽ ഞങ്ങൾ ആ കൊറോണ സമയത്ത് ഹല്ലേലൂയ 2-3 വർഷം ശക്തിയോടെ മിഷൻ പ്രവർത്തന ഓരോ ഗ്രാമങ്ങളിൽ പോയി കർത്താവിൻ്റെ വേല ചെയ്യുവാനും. എൻ്റെ പ്രിയപ്പെട്ടവൻ ഇന്ത്യൻ ആർമിയിലായിരുന്നു. ഇന്ത്യൻ ആർമിയിൽ നിന്ന് തന്നെ അദ്ദേഹം, പ്രൈസ് ദി ലോർഡ്, കർത്താവിൻ്റെ വേലയുമായുള്ള ബന്ധത്തിൽ വാളണ്ടിയർ റിട്ടയർമെൻറ്റ് കൊടുത്തു. കർത്താവിൻ്റെ വേലയ്ക്കായി ഇറങ്ങിയ ഒരു വ്യക്തിയാണ് ഞാനും. അതുപോലെ നല്ലൊരു ജോലി കർത്താവിന് വേണ്ടി ഉപേക്ഷിച്ചു. എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കർത്താവിൻ്റെ വേലയ്ക്കായി പൂർണ്ണ സമയം ഞങ്ങൾ ചെലവഴിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. കൂടാതെ തന്നെ, പ്രൈസ് ദി ലോർഡ്, ദേശത്ത് ഞാൻ ചിന്തിച്ചതല്ല, ഞാൻ ദേശത്ത് വന്നിട്ടും ആഗ്രഹിച്ചു, കർത്താവ് എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുള്ള ഒരു ഗ്രൂപ്പ്, ഒരു കൂട്ടത്തെ കർത്താവ് ഞങ്ങൾക്ക് തരണം എന്ന് കർത്താവിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ഹല്ലേലൂയ പ്രിയ സണ്ണി പാസ്റ്ററുമായിട്ട് ഒരു ദിവസത്തെ മീറ്റിങ്ങിൽ ഒരു ദിവസം ഇതുപോലെ വിളിച്ചു പറഞ്ഞു, ഹല്ലേലൂയ ദേവദാസിയെ ഞങ്ങളുടെ ഒരു മീറ്റിംഗ് ഉണ്ട്, നിങ്ങൾ അതിൽ ഹല്ലേലൂയ സംബന്ധിക്കണമെന്ന് പറഞ്ഞ് അവിടെ വെച്ച് നടത്തണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ സഭയായിട്ട്, ഞങ്ങൾക്കൊരു ചെറിയ സഭയാണ്, 4 വർഷമേ ആയുള്ളൂ. സ്വദേശത്തും വിദേശത്തുമായിട്ട് ഞങ്ങൾ 45 മെമ്പർമാരെ കർത്താവിൽ നേടുവാൻ കർത്താവ് സാധിച്ചു. ഹല്ലേലൂയ. അല്ലാതെ ഈ പാരമ്പര്യത്തിൽ നിന്ന് വന്നവരൊന്നുമല്ല, എല്ലാം പിന്മാറിപ്പോയവരാണ്. ഒരു 25 പേരും പിന്മാറി, ഹല്ലേലൂയ, ദൈവമില്ലാത്ത പോയവരെ ഹല്ലേലൂയ രാപകലില്ലാതെ ദൈവസന്നിധിയിൽ കൊണ്ടുവരാൻ കർത്താവ് സഹായിച്ചു. ഞാനൊരു രത്ന ചുരുക്കമെന്ന് പോലെ ഞാൻ പറയാം. അവിടുന്ന് ഹല്ലേലൂയ പ്രിയ തോമാച്ചാനും നമ്മുടെ സണ്ണി പാസ്റ്ററും വക്കീലച്ചാനും എല്ലാം കൂടി ഇവരെനിക്ക് തോന്നി എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു മീറ്റിംഗ് അവിടെ വെച്ചു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരു വലിയ ഒരു അനുഗ്രഹത്തിനും ഒരു വിടുതലിനും ഒക്കെ കർത്താവ് കാരണമാക്കി തീർത്തു. അത് കഴിഞ്ഞ് ഞാനും കർത്താവിൻ്റെ ദാസനും സഭയായിട്ട് 21 ദിവസക്കാലം ഫുൾ ഫാസ്റ്റിങ് കഴിഞ്ഞിട്ട് ഇപ്പം ഹല്ലേലൂയ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4-ാം തീയതി ഞങ്ങളുടെ ഫാസ്റ്റിങ് കഴിഞ്ഞു. 7-ാം തീയതി മുതൽ എനിക്ക് സിവിയർ ഫീവറും, പ്രൈസ് ദി ലോർഡ്, ചെസ്റ്റ് ഇൻഫെക്ഷൻ
ഡിപ്രഷനും അല്ലെങ്കിൽ ഹെഡ് ഏക്കും ബാക്ക് ഏക്കും ഒക്കെ ആയിട്ട് ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ ഭാരത്തോടെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിരുന്നുവെങ്കിലും ശുശ്രൂഷ എവിടെ കിട്ടിയാലും അവിടെ എല്ലാം ഓടിപ്പോകും. ആ സമയം കർത്താവ് പൂർണ്ണ ബലത്തോടെ ഞങ്ങളെ ഇരുവരെയും നിർത്തുവാൻ കർത്താവ് സഹായിച്ചു. ഇപ്പോഴും രാത്രിയുടെ യാമങ്ങളിൽ ഹല്ലേലൂയ ശക്തിയോടെ ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ട് എങ്കിൽ തന്നെയും ഹല്ലേലൂയ എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം പൗലോസ് പറഞ്ഞതുപോലെ സകലത്തിലും ഞാൻ മതിയായവനെന്നറിഞ്ഞ് കർത്താവിൻ്റെ വേലയ്ക്ക് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വിളിക്കുന്ന സ്ഥലങ്ങളിൽ, പരിശുദ്ധാത്മാവ് അയക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേല ഞങ്ങൾ വിശ്വസ്തയോടെ ചെയ്തു വരുന്നു. ഇന്നലെ 3:30 ആയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റു, കർത്താവിൻ്റെ സന്നിധിയിലിരുന്നു, കർത്താവിനോട് നിലവിളിച്ചു, പ്രൈസലോട് പ്രാർത്ഥിച്ചു. 4:30 ആയപ്പോൾ ഞങ്ങൾ മാവേലിക്കരയിൽ നിന്ന് കോട്ടയത്തിന് പുറപ്പെട്ടു, പാമ്പാടിക്ക്. പ്രൈസലോട് കറക്റ്റ് 6 മണിക്ക് മുൻപ് ഞങ്ങൾ കടന്നു വന്നു. കാരണം എൻ്റെ പ്രിയപ്പെട്ടവൻ ആർമിയിലായിരുന്നോണ്ട് ഞാൻ അദ്ദേഹത്തെ വാഴ്ത്തി പുകഴ്ത്തുമല്ല. പഞ്ചാലിറ്റി ഭയങ്കരമാണ്. സമയം പറഞ്ഞാൽ സമയത്തിന് മുൻപ് അവിടെ ചെന്നിരിക്കണം. അത് ഞങ്ങളുടെ ചർച്ചിലാണെങ്കിലും ഭയങ്കര സ്ട്രിക്റ്റ് ആണ് പറഞ്ഞത്. കർത്താവ് ഞങ്ങളെ നടത്തുന്ന വിധങ്ങൾ ഓർത്താൽ പ്രൈസലോട് എത്ര നന്ദി എൻ്റെ ദൈവത്തിന് പറയണമെന്ന് അറിയില്ല. ഞാൻ ഒരേ ഒരു വചനം പറയുന്നു, നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ഞങ്ങളെ ഈ ആലയത്തിലോട്ട് വിളിച്ച സമയം തൊട്ട് പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇടപെടുന്ന ഒരു വചനമാണ്, നീ എൻ്റെ ദീപത്തെ കത്തിക്കും. 18-ാം സങ്കീർത്തനം 28, എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ദീപം കത്തയില്ലെങ്കിൽ അന്ധകാരം പ്രകാശമാകുവാൻ കഴിയുകയില്ല. അന്ധകാരം ഓടണമെങ്കിൽ നാം ആകുന്ന വിളക്ക്, നാം ആകുന്ന ഹല്ലേലൂയ ദീപം കത്തിയാൽ പ്രൈസലോട് ഇന്ന് ഹല്ലേലൂയ ഈ മീറ്റിംഗ് ഈ ആലയത്തിന് ഒരു വലിയ വിടുതൽ സ്വർഗത്തിലെ ദൈവം ഇടയാക്കും. ഞാനത് വിശ്വസിക്കുന്നുണ്ട്. ആരാധിക്കാൻ കഴിയാതവണ്ണം ആരാധനയ്ക്ക് വിട്ടയക്കയില്ലെന്ന് പറഞ്ഞ് വാദിക്കുന്ന സകല അന്ധകാര ശക്തികളും പോരിൻ്റെ ശക്തികളും ഹല്ലേലൂയ സർവശക്തനായ ദൈവം തകർത്തെറിഞ്ഞ് ഇന്നൊരു വിടുതലിൻ്റെ പകൽക്കാലമായി തീരട്ടെ എന്ന് കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കൂടാതെ നീ എൻ്റെ ദീപത്തെ കത്തിക്കും. സർവശക്തൻ ദീപത്തെ കത്തിക്കാൻ ആഗ്രഹിച്ചാലും പ്രൈസലോട് ആ ദീപം കത്താതെ വണ്ണം, ആ ദീപത്തെ കത്തിക്കാതെ വണ്ണം പ്രൈസലോട് ആയിരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ കണ്ടറിഞ്ഞ് ദൈവസന്നിധിയിൽ നാം ഉണരുക, നാം പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഈ മീറ്റിംഗ് ഈ ആലയത്തിനും കർത്തൃദാസനും കുടുംബത്തിനും കടന്നു വന്ന എല്ലാ വിശ്വാസി മക്കൾക്കും ഞങ്ങൾക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയ വാത്സല്യ കർത്തൃദാസൻ പ്രൈസലോട് തോമാച്ചായനും സണ്ണി പാസ്റ്ററുണ്ട്, ഹല്ലേലൂയ, നമ്മുടെ വക്കീലച്ചാനോട്, ഇവരൊക്കെയാണ് ഞങ്ങളെ ക്ഷണിച്ചത്. ദൈവമായ കർത്താവ്, എൻ്റെ സമയം തീർന്നു എന്ന് തോന്നിക്കുന്നു, എനിക്കറിയില്ല, എങ്കിലും ഞാൻ മുന്നമേ നിർത്തുകയാണ്. ദൈവം അനുവദിച്ചാൽ ഹല്ലേലൂയ ഹല്ലേലൂയ സാക്ഷ്യങ്ങൾ ഒരുപാടുണ്ട്. ഒന്നും തൊടാതെ എങ്ങും എത്തിക്കാതെ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. യഹോവ നിങ്ങളുടെ ദീപത്തെ കത്തിക്കട്ടെ, നിങ്ങളുടെ അന്ധകാരത്തെ പ്രകാശമാകട്ടെ. ഈ വചനങ്ങളാൽ എല്ലാ പ്രിയ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടിയൻ്റെ സാക്ഷ്യത്തിൽ നിന്നിരുന്നു കൊള്ളുന്നു. ദൈവസേനയിൽ നിങ്ങൾ വിശ്വസിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കടുകുമണിയോളം അല്ലെങ്കിൽ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ, മത്തായി 13:31 കടുക് ചെറുതെങ്കിലും ഒരുവനെടുത്ത് നിലത്തിടാൻ തയ്യാറുമാകുമെന്ന്. ഒത്തിരി അത്ഭുതങ്ങൾ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം 2023 അമൃത്സർ ഞങ്ങൾ ഏകദേശം ഒരു 10 ദിവസത്തെ മെഡിക്കൽ ക്യാമ്പ് നടത്തുകയുണ്ടായി. ആ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്ന സമയം അന്ന് ഞാനുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ കൂടെ കർത്താവിൻ്റെ ദാസൻ പ്രജിത് പാസ്റ്ററുണ്ട്. ഒരു ചർച്ചിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ തന്നെ ഒരു ചർച്ചാണ്. അവിടെ ചെന്നപ്പോൾ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, പാസ്റ്ററെ, അവർ കൃഷിയും മൃഗസമ്പത്തുമാണ് അവരുടെ വരുമാന മാർഗ്ഗങ്ങൾ, ആ കൂട്ടത്തിൽ ഒരു കർത്താവിൻ്റെ വേലയും ചെയ്യുന്നു എന്നുള്ളതാണ്. ആ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ, എനിക്ക് 3-4 എരുമകളുണ്ട്, ഒറ്റ എണ്ണത്തിന് ചെന പിടിക്കുന്നില്ല. പല പ്രാവശ്യം ഞാൻ കുത്തിവെപ്പിച്ചു, ഡോക്ടറെ കൊണ്ടുവന്നു, ഡോക്ടർക്ക് കാശ് കൊടുത്തു, ഒരു രക്ഷയില്ല. ഇനി ഇറച്ചി വിലയ്ക്ക് വിൽക്കുകയല്ലാതെ ഒരു രക്ഷയുമില്ല, ഞാൻ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു. ഞാൻ കർത്താവിൻ്റെ ദാസനോട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ആ എരുമയുടെ കൂട്ടിനകത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ കയറി. ഞങ്ങൾ കയറിയപ്പോൾ ആ എരുമയെന്ന് അതിൻ്റെ പെരുമാറ്റം ഞങ്ങളുടെ ദേശത്തൊക്കെ അതിൻ്റെ ചാണകമൊക്കെ വീണു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഫോട്ടോ വേണമെങ്കിൽ കാണിക്കാം. 4 എരുമകളും ജന പിടിച്ചു പ്രസവിച്ചു. ഏത് വിഷയത്തിനു വേണ്ടിയും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ അത്ഭുതം നടക്കും. അതിന് തെളിവാണ് ഞാൻ 4 ബ്ലോക്കുമായി കയറി 4-ാമത്തെ ദിവസം ഡോക്ടർ പറഞ്ഞു, ഒരു ബ്ലോക്കും ഇല്ല, വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു.
കഴിഞ്ഞ മുമ്പിലത്തെ മാസം ഒറീസയിൽ ചെന്നപ്പോൾ 40 കിലോമീറ്റർ വനത്തിനകത്തൊരു ഒരു ചർച്ചുണ്ട്, അവിടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചതാണ്. 40 കിലോമീറ്റർ വനത്തിനകത്തൂടെ പോകണം. ഇടയ്ക്ക് അങ്ങോട്ട് ചെല്ലുമ്പം ആരെങ്കിലും ഒരാൾ ബൈക്കായിട്ട് ഈ വനത്തിൻ്റെ ഇടയ്ക്ക് ഓരോ ഗ്രാമങ്ങളുണ്ട്, ആ ഗ്രാമങ്ങളിലുള്ളവർക്ക് ബൈക്കൊക്കെ ഉണ്ട്. അതിലാരെങ്കിലും ഒരാൾ ബൈക്കുമായിട്ട് വരും, കുറച്ച് നേരം ആ ഗ്രാമത്തിൻ്റെ കുറച്ച് പരിധി ഈ ബൈക്കിനകത്ത് പോകും. അത് കഴിയുമ്പോൾ പിന്നെ കാടും പടലും ഒക്കെ ചവിട്ടി കുന്നുമൊക്കെ കയറി നടക്കും അടുത്ത ഗ്രാമത്തിലേക്ക്. ഒരു ക്ഷീണവും ഇല്ല. ഈ പകൽക്കാലം ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, അത്ഭുതം നടക്കും. കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോവുകയാണ്. വളരെ കുറച്ച് ജനമേ ഉള്ളൂ. ഒരു അത്ഭുതകരമായ വിടുതൽ നടക്കും ഈ പകൽക്കാലം ഇതിനകത്ത്. ഞാനത് വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? ആ കടുകുമണി ഒന്നെടുത്ത് നിലത്തിടാൻ, ആ ഭരണി ഒന്ന് തുറന്നിട്ട് ആ ചെറിയ കടുകെടുത്തൊന്ന് നിലത്തിടാൻ, ചെളിയിലേക്കിടാൻ, മണ്ണിലേക്കിടാൻ തയ്യാറായാൽ അത് വളരും. വളരുക മാത്രമല്ല, ലെവല് മാറും. വളരുക മാത്രമല്ല, ലെവല് മാറും, ലെവല് മാറും, ലെവല് മാറും. ഈ മിനിസ്ട്രി തുടങ്ങിയപ്പോൾ ബീഹാറിൽ വെച്ച് പരിചയപ്പെട്ട് 24 വയസ്സ് 17 വയസ്സ് മാത്രം അന്ന് പ്രായമുള്ള രാഹുൽ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ഞങ്ങളുടെ മെയിൻ ട്രാൻസ്ലേറ്റർ അദ്ദേഹമാണ്. ഈ 2017 ഫെബ്രുവരി മാസത്തിൽ ഞാൻ അദ്ദേഹവുമായി പരിചയപ്പെട്ട് ആ രാത്രിയിലെ മീറ്റിംഗ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് പ്രവൃത്തികളുടെ പുസ്തകം 1:8. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ യേശുവിൻ്റെ സാക്ഷികളായി തീരും. ഈ പയ്യനിത് കേട്ടു. ഒരു നേഴ്സിംഗ് അസിസ്റ്റന്റിന്റെ മകനാ, ഒരു പെങ്ങളുമുണ്ട്. അപ്പൻ ഉപേക്ഷിച്ചിട്ട് പോയി. ബീഹാറിയായിരുന്നു അപ്പൻ, അമ്മ മലയാളിയാ. ആകപ്പാടെ 5000 രൂപ ശമ്പളമാണ് അമ്മയ്ക്കുള്ളത്. ആ 5000 രൂപ ശമ്പളത്തിലാണ് ഈ 3 കുഞ്ഞുങ്ങൾ വളരുന്നത്. പിറ്റേ ദിവസമാണ് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ഇന്ത്യയിൽ എവിടെ പോകണമെങ്കിലും പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോകണമെങ്കിൽ പാസ്പോർട്ട് വേണം. അടുത്ത ദിവസങ്ങളിൽ തന്നെ രാഹുൽ പാസ്പോർട്ടിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തു. എവിടെ നിന്നൊക്കെയോ കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ച് അതിൻ്റെ പേയ്മെൻറ്റുകളൊക്കെ നടത്തി അവൻ പാസ്പോർട്ട് എടുത്ത് ഇങ്ങനെ അലമാരയ്ക്കകത്ത് വെച്ചു. 2 വർഷങ്ങൾക്ക് മുമ്പ് അവൻ ആഫ്രിക്കയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നുപോയി, പാസ്റ്റർ ക്രിസിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുപ്പാൻ. ഇപ്പം ഇന്ന് ദുബൈയിൽ ഒരു ഹിന്ദിക്കാരുടെ ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട് കഴിഞ്ഞ മാസം കടന്നുപോയി. തലം മാറും. ഞാൻ വിശ്വസിക്കുന്ന ഈ പകൽക്കാലം തലം മാറും, തലം മാറും, തലം മാറും. അടുക്കള ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട 7 പേര്. അതിലൊരുവന്റെ പേര് പീലിപ്പോസ്. തലം മാറിയോ? നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമ്പോൾ ഒരു മന്ത്രിയെ സ്നാനപ്പെടുത്തി. അതിലേറ്റവും എന്നെ പീലിപ്പോസിനെ കുറിച്ച് എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന ഒരു ഭാഗം പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ തന്റെ കുടുംബത്തെ കുറിച്ച് പറയുന്നതാണ്. പ്രവാചകിമാരായ കന്യകമാരായ പുത്രിമാര്. വിശദീകരിക്കുന്നില്ല. അവന്റെ തലമുറയെക്കുറിച്ച് വരുന്നു. കന്യകമാരും അല്ലെങ്കിൽ കന്യകമാരായിരിക്കുന്ന പുത്രിമാർ അവനുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ ദൈവം കാക്കണമെങ്കിൽ, പരിപാലിക്കണമെങ്കിൽ ഈ അഭിഷേകത്തിന്റെ ഒരു പകർച്ച, വിശ്വാസത്തിന്റെ ഒരു വളർച്ച ഈ പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകട്ടെ. കർത്താവിന്റെ ദാസന് നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് തന്നെ നയിക്കുന്നത് പോലെ തന്നെ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അദ്ദേഹം നിലമ്പൂരിൽ ഞങ്ങൾക്കൊരു ചെറിയ ചർച്ചുണ്ട്. ആ ചർച്ചിൽ ശുശ്രൂഷിക്കേണ്ടതായിരുന്നു. ചില കാരണങ്ങളാൽ ആ മീറ്റിംഗ് മാറ്റിവെക്കേണ്ടി വന്നു. അങ്ങനെ മാറ്റിവെച്ച് കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദാസിൻ്റെ ഒരു ഡേറ്റ് കിട്ടുക എന്നുള്ളത് എനിക്ക് അദ്ദേഹമായിട്ട് വ്യക്തിപരമായി ഒരു പരിചയവും ഇല്ല. അഡ്വക്കേറ്റ് സണ്ണി പാമ്പാടി കൂടിയാണ് അദ്ദേഹമായിട്ട് ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹത്തെ മീറ്റിങ്ങിന് വേണ്ടി ക്ഷണിച്ചത്. ആ ഡേറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡേറ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എനിക്ക് നിങ്ങൾക്കും അറിയാം. അപ്പോൾ ആ ഡേറ്റ് നഷ്ടപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചാണ് ഇന്ന് ഈ മീറ്റിംഗ് ഇവിടെ ക്രമീകരിപ്പാൻ ഇടയായി തീർന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിനെന്തോ നിങ്ങളിൽ ചെയ്തെടുക്കാനുണ്ട്. ഞങ്ങളിൽ ചെയ്തെടുക്കാനാണെങ്കിൽ ഞങ്ങളെല്ലാം കൂടെ നിലപൂര് കൂടിയാൽ മതിയായിരുന്നു, പോരെ? അപ്പം ഇവിടെ ഈ മീറ്റിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ എന്തോ ദൈവത്തിന് ചെയ്തെടുക്കാനുണ്ട്, എന്തോ ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്, ഈ ദേശത്തോട് സംസാരിക്കാനുണ്ട്.
അതിനെ കർത്താവിൻ്റെ ദാസനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിരിക്കുന്നു. കർത്താവ് വളരെ അനുഗ്രഹിക്കട്ടെ. അതിനുശേഷം ഈ കർത്താവിൻ്റെ ദാസൻ്റെ ആ ശുശ്രൂഷയ്ക്ക് ശേഷം തുടർന്നുള്ള സമയങ്ങളിൽ ഞങ്ങളുടെ കൂടെയുള്ള ദൈവദാസന്മാർ ശുശ്രൂഷിക്കുന്നതായിരിക്കും.